മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ. ഇതെന്താ പറ്റി? ബെഡ്റോക്ക് എഡിഷൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പം ഹലോ മൈ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കേരള. ഓക്കെ, അപ്പം ഞാൻ ബെഡ്റോക്ക് എഡിഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. എന്തായാലും ഒരു ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ വേൾഡിന് നമുക്ക് അത് തന്നെ ഇടാം. ഫസ്റ്റ് വേൾഡ്. ഓക്കെ, ഡിഫിക്കൽട്ടി ഹാർഡ് വേണ്ട, നോർമൽ മതി. അത്ര ഞാൻ അയക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനിയാണ് ഷോ കോർഡിനേറ്റ്സ്. എന്തെങ്കിലും സീഡ് അടിക്കണ്ട, ചിലപ്പോൾ വല്ല ഡെസേർട്ടിലൊരിക്കും കൊണ്ടുവച്ചിട്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് റാൻഡമായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. പ്രൊസീഡ്. ഓക്കെ, അപ്പം വേൾഡ് ഒന്ന് ലോഡാവട്ടെ. നല്ലൊരു വേൾഡ് ആണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ലെറ്റ്സ് പ്ലേ കൊണ്ടുപോകാൻ പറ്റും. ഈ ലെറ്റ്സ് പ്ലേ ഇത് കളിക്കുന്നത് ഞാൻ മൊബൈലിലാണ് സംഭവം. കാരണം PC ഇല്ല, കാരണം കമ്പ്യൂട്ടറിലൊന്നും കളിക്കാനാകാനായിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് അതില്ല. അങ്ങനെയും ഉണ്ടൊരു കാര്യം. ഓക്കെ, എന്തായാലും വേൾഡ് നല്ലൊരു വേൾഡ് കിട്ടി. എന്തായാലും ഞാൻ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇന്നത്തെ ഇതിൻ്റെ ഒരു ഗോള് പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു ഷെൽട്ടർ വേണം. എന്ന് വെച്ചാൽ ഞാൻ വലിയ പുരയൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കുട്ടി പോലെ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു ചെറിയ ഷെൽട്ടർ വേണം. അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ ഒരു ബെഡ്, ഒരു ജസ്റ്റ് ക്രാഫ്റ്റ് ടേബിൾ, ഫർണസ്, ഇത് 4 വരെ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ഇത് വേണം. പിന്നെ ഒരു ഫാർം വേണം. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ഗായ്സ്, ലെക്കുണ്ട് എനിക്ക്, ലെക്ക്. വാവ്, ഐ ആം സോ ലക്കി ബ്രോ. എന്തൊക്കെയുണ്ട് ഇതിൽ? ഫോർച്യൂൺ 3, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി. ഗായ്സ് എൻ്റെ മൗ. ഓക്കെ, ഫസ്റ്റ് എൻ്റെ ചെക്ക് തൊടുമ്പോൾ പക്ഷേ ഇതെടുക്കാനുള്ള ഭാഗ്യമില്ല. ഓക്കെ, നമുക്ക് വേൾഡ് ഒന്ന് ഫുള്ളായിട്ട് ചുറ്റി കറങ്ങണം. അതുകൊണ്ട് മുകളിൽ പെടും. ഫസ്റ്റ് 4 ഞാൻ ഒരു ഷീപ്പിനെ കണ്ടുകൊണ്ട് ഫസ്റ്റ് കുറച്ച് മരം മുറിക്കട്ടെ. കുറച്ച് അത് മാംഗ്രോവാ? അല്ല, പ്ലെയിൻസ് തന്നെയാണ്. പ്ലെയിൻസിലാണ് സ്പോൺ ആയത്, അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ലായിരിക്കും. കാരണം ഷീപ്പ് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ കണ്ണും കണ്ട ഷീപ്പിനെ ഒന്ന് വിട്ടുകൊണ്ടിട്ട്. നമുക്ക് ഇന്നൊരു ഫാർം ഉണ്ടാക്കണം. ബീഫ് ഫാർം എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ഇത്രയും ഷീപ്പിനെ കൊല്ലേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ഫുഡാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അതാണ് ഇത്രയും ഷീപ്പിനെ ഞാൻ കൊല്ലുന്നത്. അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ കഴിഞ്ഞു. നമുക്ക് ഷീപ്പിനെ കൊല്ലാണ്. ഇരുമ്പ് ഇതൊക്കെയാ സ്പോണാണ്. നമുക്ക് വേണ്ടത്രയും കിട്ടിയിട്ടുണ്ട്.
ഇത് മിക്കവാറും ഇപ്പം പൊട്ടും. അതുകൊണ്ട് ലാസ്റ്റ് മരം എന്നുള്ള രീതിനെ കൊണ്ട് കണ്ടുപിടിക്കാം. പൊട്ടി അറിഞ്ഞില്ല പൊട്ടീന്ന്. പക്ഷേ റൂം പോർട്ടൽ കാരണം നമുക്ക് ലെഗ് കിട്ടിയത്. പെട്ടെന്ന് കുറേ ഫുഡും ഇതൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റി. എന്നാലും നമ്മുടെ ഒരു ഗോൾ ഇപ്പം കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് ഇതുവരെ ക്രാഫ്റ്റിംഗ് ടേബിൾ പോലും ഉണ്ടാക്കിയില്ല ഗൈസ്. പക്ഷെ എനിക്ക് റെഡിക്കാൻ ഭയങ്കര ലെക്കാണല്ലേ, എന്താ പറയാനാ എൻ്റെ ലെക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരേ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗൈസ് ചില സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് സ്റ്റോൺ എന്നാൽ ഗൈസ് ഇവിടെ ആയിട്ട് ചെറിയ മൈൻഡ് വീഡിയോ നോക്കാം. ഉണ്ട് ചെറിയ പണി കിട്ടിപ്പോയി. ഇത് മൊത്തം നമ്മൾ ഇതാക്കിയില്ലേ പ്ലാങ്ക്, അത് പ്ലാങ്ക് ആണെങ്കിൽ നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കാമായിരുന്നു. കാരണം നമുക്കിപ്പോൾ കോളില്ല, പക്ഷെ നമുക്ക് വുഡിൻ്റെ സ്ലാബായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഒരു ഫർണസ് ഉണ്ടാക്കണം കളിക്കായിട്ട്. ഗൈസ് നിൽക്കുന്നുണ്ട്, ബോൾ കിട്ടി. ഇത് കുറേ ഉണ്ടാകാൻ പറ്റുമോ? ഫസ്റ്റ് ഫോർ ഞാൻ കുറച്ച് ഫസ്റ്റ് ഞാൻ ഒരു ബെഡ് ഉണ്ടാക്കട്ടെ, പിന്നെ ഒരു ഫർണസ്. ഓക്കെ ഡിഷൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇത് ഞാൻ മിക്കവാറും ഇപ്പോൾ സൂക്ഷിച്ച് വെക്കും. നമ്മൾ പരമാവധി ചാവാണ്ട് നോക്കണം. ഞാനിപ്പോൾ ഒരു പിക്കേഴ്സ് ഇത് ബാക്കിയും കൂടി കോൾ ഓൺ ചെയ്ത് ആ കോൾ ഓൺ ചെയ്ത് ചുറ്റിയാൽ ഞാൻ ഇപ്പം തന്നെ ഇത് പോകും. ഇവിടുത്തെ കേവ് ഉണ്ട് തോന്നുന്നു. ഓക്കെ ആ കേവ് നമുക്ക് കേവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കേവ് നമുക്ക് അല്ലേ ഇവിടെ ഫുള്ള് കേവ് ഉണ്ട് അത്യാവശ്യം. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കുറേ ഇന്നത്തെ ഗോള് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ബേസ് ഉണ്ടാക്കുക. രണ്ടാമത്തെ ഗോള് ഒരു വീറ്റ് ഫാർം ഉണ്ടാക്കുക. മൂന്നാമത്തെ ഗോള് നിയർ ബൈ കേവ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ സ്ഥലമെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങാമെങ്കിലും വേറെ സ്ട്രക്ചറിനൊക്കെ നോക്കുക. അതൊക്കെ വേണ്ട. ഞാൻ നിങ്ങൾക്ക് പറയാം വേറെ സീരീസ് ഒക്കെ തുടങ്ങണം വെച്ചാൽ ഈ ലെറ്റ്സ് പ്ലേനോടൊപ്പം തന്നെ നമുക്ക് കളിക്കാൻ തുടങ്ങണം. വേറെ സീരീസ് എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത്, ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും മണ്ടത്തരങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ പറയാം. തൽക്കാലത്തേക്ക് ഇത് അടച്ചു കളയാം. ഞാനല്ല മിസ്പ്ലേസ് ചെയ്യുന്ന ബ്ലോക്കല്ല. ഞാൻ ടൂൾസ് ഉണ്ടാക്കിയിട്ടില്ല ഇതില്ലേ. ഇനി നമുക്കൊരു പണിയുണ്ട്. ഇവിടെ അടുത്തുള്ള കുറച്ച് ഗ്രാസൊക്കെ പൊടിച്ച് ഒരു 10-12 സീഡ് കിട്ടുന്നുണ്ട്. അത് ശരി, ഇവിടെ റിവറൊന്നും നോക്കണ്ട, എന്തായാലും റിവർ കണ്ടുപിടിക്കേണ്ടി വരും.
രണ്ടായി 3 അവിടെ സീഡുണ്ട്. അവിടെ പശുവുമ്പേ എൻ്റെ സീഡൊന്നും പെറുക്കി തിന്നല്ല. നോക്കി നോക്കിയിട്ട് ഞാൻ കുറവാൻ പോയി പെട്ടെന്ന് 10 നന്നായിട്ട് തിരിച്ച് നേരെ ബേസിൻ്റെ ഉള്ളിലോട്ടേക്ക് പോവാം. രാത്രി ആകുമല്ലോ മോനെ, ഫസ്റ്റ് നൈറ്റ് തന്നെ നമുക്ക് ചാവാം. ഓക്കെ, ഈ സൗണ്ട് കേൾക്കുന്നില്ല ഇപ്പം വന്ന പോലത്തെ. ഞാൻ പെട്ടെന്ന് വേറെ ഗെയിമാണെന്ന് വിചാരിച്ചു. ഇത് മതിയോ? നന്നായി. ഓക്കെ, 15 കുറച്ചായി. ഇനി എവിടെയെങ്കിലും റിവർ ബാങ്ക് കണ്ടുപിടിക്കണം. 64 നമ്മൾ ഇതൊക്കെ ഒന്ന് അതിനെന്തെങ്കിലും ചെയ്യും. ഇത് റിവർ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് മാറ്റാം. ഐ തിങ്ക് അവിടെ ഒരു റിവർ ഉണ്ട്. ഓക്കെ, ഉണ്ട്. ഇവിടെ ആക്കിയാലും മതിയായിരുന്നു. അതുള്ളതാണ്. ഇവിടെയും ആക്കാം. ഇതാണ് നമുക്ക് ബെസ്റ്റ് സ്ഥലം. നമുക്കിവിടെ കുറച്ച് പൊട്ടിച്ച് മാറ്റി കാണില്ല. ഞാൻ ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ടും ഞാൻ ഉണ്ടാക്കി. ഇവിടെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് അവിടെ കുറച്ചുകൂടി ഗ്രാസ് ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. വീഡിയോ കൊണ്ട് ഒരു തകരാറ് പോലെ സെറ്റിങ്സ്. കസ്റ്റമൈസ് കൺട്രോൾ ഇത് ഇവിടെയല്ലേ വേണ്ടത്? സാധാരണയാണ് ഇത് അവിടെ. ഇപ്പം എല്ലാം കാട്ടാം. അങ്ങനെ അടുത്ത ഹോളൊക്കെ അടിച്ച് നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഇതൊക്കെ വെക്കാം. ഓക്കെ, ഇതൊക്കെ കംപ്ലീറ്റ് ആയി എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇവന്മാർ കരയെ കയറിയില്ലല്ലോ. ഓക്കെ, ചെറിയ ബേസുമായിട്ടുണ്ട്. അപ്പം സീഡ് കൂടി നട്ടിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ സാൻഡ് ഒന്ന് മാറ്റി. ഓക്കെ, സാൻഡ് ബ്രേക്ക് ആയി. ഇനി നമുക്ക് എന്താക്കാം, ഒരു കാര്യം ചെയ്യണം. സാൻഡ് എല്ലാം മാറ്റിയിട്ട് നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ ഒരു പണിയും കഴിഞ്ഞു. ഞാൻ ഇവിടെയുള്ള സാൻഡൊക്കെ മാറ്റി ഇതൊക്കെ ആക്കി. നമ്മളിവിടെ സീഡൊക്കെ നട്ടു. അപ്പം
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ലെറ്റ്സ് എൻഡ് അപ്പ് ദ വീഡിയോ. ടാറ്റ, ബൈ ബൈ.